ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി ആസ് ടേസ്റ്റി കിച്ചൺ. ഇന്ന് ഞാൻ ചക്ക കൊണ്ടുള്ള ഒരു അടയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചക്കയട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചക്ക ഞാൻ കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ കൂഴച്ചക്കയാണ് എടുത്തിരിക്കുന്നത്. കൂഴച്ചക്കയോ വരിക്കച്ചക്കയോ ഏത് വേണമെങ്കിലും എടുക്കാം. നന്നായിട്ട് പഴുത്ത ചക്ക എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ഈ ചക്ക നമ്മൾ മിക്സിയിലൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചക്ക അരച്ചെടുക്കുമ്പോൾ അതിൽ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ അരച്ചെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് വേറൊരു പാത്രം എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഞാനിപ്പോൾ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ശർക്കരയിൽ കല്ലൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാനിത് പാനിയാക്കി എടുത്തിരിക്കുന്നത്. വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്തിട്ട് ഇത് ഉരുക്കിയെടുക്കുക. എന്നിട്ട് അത് അരിച്ചെടുത്തതാണ്. കല്ലൊന്നും ഇല്ലാത്ത ശർക്കരയാണെന്നുണ്ടെങ്കിൽ ശർക്കര ചീകി ഇട്ടാലും മതി. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു മുറി തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ചുക്കുപൊടി എന്നിവയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിൻ്റെയൊക്കെ ഫ്ലേവർ ചെല്ലുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഇതെല്ലാം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ശർക്കര പാനിയും തേങ്ങയും അതുപോലെ നമ്മൾ ചേർത്ത പൊടികളും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ചക്കയും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ശർക്കര നമ്മൾ പാനിയാക്കി എടുക്കുമ്പോൾ അതിൽ വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അട ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് കൂടുതൽ പൊടി ചേർത്ത് കൊടുക്കേണ്ടി വരും. ഈ ശർക്കരയിൽ കല്ലൊന്നും ഇല്ലാത്ത ശർക്കരയാണെന്നുണ്ടെങ്കിൽ അത് ചീകി ഇട്ടാൽ മതി. ഇതുപോലെ ഉരുക്കി എടുക്കണമെന്നില്ല. ഇപ്പം ഞാൻ ചക്കയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ചക്കയൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. വറുത്ത അരിപ്പൊടി വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ആദ്യം നമുക്ക് 2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഞാൻ 1 കപ്പ് അരിപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ആദ്യമേ ഇത് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് കൈകൊണ്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പിന്നെ നമ്മൾ വറുത്ത അരിപ്പൊടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അരിപ്പൊടിയുടെ അളവൊന്നും കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. നമ്മൾ എടുത്തിരിക്കുന്ന ചക്കയ്ക്ക് അനുസരിച്ചിട്ടാണ് പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ ഞാൻ ശർക്കര പാനിയാക്കിയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ചും കൂടി കൂടുതൽ പൊടി വേണ്ടി വരും. ശർക്കര ചീകി ചേർത്ത് കഴിഞ്ഞാൽ അത്രയും പൊടി ചേർക്കേണ്ടി വരില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ അതൊക്കെ അനുസരിച്ചിട്ട് വേണം പൊടി ചേർത്ത് കൊടുക്കാൻ. പിന്നെ ഓരോരുത്തർക്കും മധുരം ചേർത്ത് കൊടുക്കുന്നതിൻ്റെ അളവൊക്കെ വ്യത്യസ്തമായിരിക്കും. ചിലർക്കാണെന്നുണ്ടെങ്കിൽ നല്ല മധുരം വേണം, ചിലർക്ക് കുറച്ച് മധുരം മതിയാവും. പിന്നെ ചക്കയ്ക്ക് നല്ല മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മാത്രം ശർക്കര ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ബാക്കി വെച്ചിരുന്ന അരിപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇതൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ പൊടിയൊക്കെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അട തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ വാഴയിലയൊക്കെ കഴുകി തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നതിൽ കുറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് കൈകൊണ്ട് പരത്തേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഇലയൊന്ന് മടക്കിയതിന് ശേഷം പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ഇല മടക്കിയതിന് ശേഷം പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ അടയ്ക്ക് അധികം തിക്നെസ് ഒന്നും ഉണ്ടാവില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടും കിട്ടുകയും ചെയ്യും. ആദ്യത്തെ അട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ നമുക്ക് ഇത് കുറച്ചെണ്ണം ഇങ്ങനെ റെഡിയാക്കി വെക്കാം. അതിനുശേഷമാണ് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ വാഴയിലയിലേക്ക് കുറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇല മടക്കിയതിന് ശേഷം നമ്മൾ പുറത്തുകൂടി ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. വാഴയില എടുക്കുമ്പോൾ കുറച്ച് വലുതായിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ വാഴയിലയിൽ കുറച്ച് മാവ് വെച്ച് കൊടുക്കുക. എന്നിട്ട് മടക്കിയതിന് ശേഷം ഇതുപോലെ പ്രസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ചെണ്ണം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൽ ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇലയുടെ ഓരോന്നായിട്ട് അതിന് മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് 2ആയിട്ടാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത്. എല്ലാം കൂടി ഒന്നിച്ച് വെച്ചാൽ കൂടുതൽ ടൈം എടുക്കും. ഒരു 7 എണ്ണം ഞാൻ ആദ്യമേ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയും കൂടി ഇതുപോലെ സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 25 മുതൽ 30 മിനിറ്റ് വരെ വേണ്ടി വരും ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്.
ഇപ്പോൾ ഇത് നമ്മൾ വേവാൻ വെച്ചിട്ട് ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. ഇത് വെന്തിട്ടുണ്ടെന്നറിയാൻ നമ്മളിങ്ങനെ ഇല തുറന്ന് നോക്കുമ്പോഴേക്കും ഇലയിൽ നിന്നൊക്കെ വിട്ട് കറക്റ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ ഇത് വെന്തിട്ടുണ്ട്. ഇത് ഇലയിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചക്കയട റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ചൊന്ന് തണുത്തതിന് ശേഷം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കയട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യുക. താങ്ക്